എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഒരു ശരാശരി മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത് മിക്കവാറും നെഗറ്റീവ് ചിന്തകളാവാനോ അല്ലെങ്കിൽ നിഷേധാത്മക ചിന്തകളാവാനോ ആണ് സാധ്യത. ഇതിന് ആദ്യം വേണ്ടത് ഏത് രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്ന് സ്വയം തിരിച്ചറിയണം. പ്രതിദിനം 60,000-ഓളം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോ ഓരോ ചിന്തകളെയും നിരീക്ഷിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിനു പകരമായി നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഇപ്പോഴത്തെ ഇമോഷനെ നമുക്ക് നിരീക്ഷിക്കാം. കാര്യം വളരെ സിമ്പിൾ ആണ്. ഞാൻ എന്ത് ഫീലിംഗ് ആണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. അതിന്റെ ഉത്തരം ദേഷ്യം, നിരാശ, സങ്കടം എന്നിവയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, കുറച്ച് സമയമായി അല്ലെ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ നിഷേധാത്മക ചിന്തകളുടെ പിടിയിലായിരുന്നു. അപ്പൊ നമുക്ക് ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നിഷേധാത്മക ചിന്തകളെ കണ്ടുപിടിക്കാൻ കഴിയും. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ നിഷേധാത്മക ചിന്തകളിൽ നിന്നൊക്കെ ഒരു മോചനം വേണ്ടേ? അതിനുവേണ്ടി നിങ്ങൾക്ക് സന്തോഷവും ആനന്ദവും ഉത്സാഹവും ഒക്കെ ഉണ്ടാവുന്ന കുറച്ച് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. നിരാശയുടെ അവസ്ഥയിൽ നിന്നും നിങ്ങളെ ഒറ്റയടിക്ക് സന്തോഷത്തിലേക്കും ഉത്സാഹത്തിലേക്കും എത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നല്ല ഓർമ്മകൾ, മനോഹരമായ നിമിഷങ്ങൾ, നിങ്ങൾക്ക് സ്വയം അഭിമാനം തോന്നിയ സന്ദർഭങ്ങൾ, അതേപോലെ നിങ്ങളെ ആഴത്തിൽ സ്പർശിച്ച വ്യക്തികൾ, നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കാൻ ആഗ്രഹിക്കുന്ന യാത്രകൾ, ഓർക്കുന്തോറും നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്ന ചില സംഭവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. സ്ഥിരമായി നല്ല വൈകാരിക അവസ്ഥ നിലനിർത്താൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എങ്കിൽ, വീണ്ടും വീണ്ടും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലിസ്റ്റിലെ കാര്യങ്ങൾ ബോധപൂർവം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ആകർഷണ നിയമം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ നിയമം കൂടിയാണ്. പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയുള്ള തരംഗം പുറപ്പെടുവിക്കുന്ന വികാരം എന്ന് പറയുന്നത് സ്നേഹമാണ്. നമ്മൾ ഒരാളെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുമ്പോൾ അത് നമ്മളെ മാത്രമാണ് പരിക്കേൽപ്പിക്കുന്നത്. നമ്മളിൽ നിന്ന് മോശമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ അത് മോശമായിട്ടുള്ള അല്ലെങ്കിൽ താഴ്ന്ന തരത്തിലുള്ള ഫ്രീക്വൻസിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെയും സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ.